വെൽക്കം ടു പാറൂസ് കുക്ക് ഹൗസ്. ഈസി കുക്കിംഗ്. നമുക്കൊരു അടിപൊളി ചക്ക എരിശ്ശേരി ആയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കയാണ്. പക്ഷേ ഈ ചക്ക ചെറുതായിട്ടൊന്ന് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പുളിഞ്ചോള എന്ന് പറയില്ലേ, അതാണ് എരിശ്ശേരിക്ക് ഏറ്റവും നല്ലത്. അത് ഇങ്ങനെ വട്ടത്തിൽ അരിയുക. പിന്നെ നമ്മുടെ ചക്കക്കുരു ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞ് വെക്കണം നമ്മൾ. എന്നിട്ട് ഈ ചക്കയും ചക്കക്കുരും എല്ലാം ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ചക്ക ഇടാം. ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. കാര്യം ചക്ക എരിശ്ശേരിയാണ്, അപ്പം ലിക്വിഡ് പരുവത്തിൽ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. വേവുള്ള ചക്കയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചക്കക്കുരുവും കൂടെ ഇടാം. ഇട്ടതിന് ശേഷം നമ്മൾ ഇത് സ്റ്റൗ കത്തിച്ച് നമ്മളിത് വയ്ക്കുന്നു. ഈ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില ഇത്രയും നമ്മൾ തേങ്ങയ്ക്കൊപ്പം അരച്ചെടുക്കുന്നുണ്ട്. ഒരു മിക്സിയിലേക്ക് തേങ്ങ മാറ്റി നമ്മൾ ഈ പറഞ്ഞ പൊടികളെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഏതൊക്കെയാണ്? വെളുത്തുള്ളി, ജീരകം. വെളുത്തുള്ളി ഞാനൊരു 4 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം നമ്മളിതിൽ ചേർക്കുന്നു. കുരുമുളക് പൊടി കുറച്ച് കൂട്ടിയിടുന്നത് ഇതിന് ടേസ്റ്റ് കൂട്ടും കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആകുകയും ചെയ്യരുത്, എന്നാൽ ഒന്ന് അരയുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ചക്ക ഇടയ്ക്കൊന്ന് വെന്ത പരുവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. കണ്ടോ, ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമ്മളിതിനെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതിനെ യോജിപ്പിക്കാം. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കടു താളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ കടു താളിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടി ചൂടാകുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് കടുക് ഇടുന്നുണ്ട്. കടുകൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളിതിനകത്തേക്ക് ഉഴുന്ന് പരിപ്പാണ് ഇടുന്നത്. കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് എടുക്കുന്നുണ്ട്, ടേസ്റ്റിനാണേ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കും ഇതിനകത്തേക്ക്. നല്ല രുചിയാണ്. എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് എരിശ്ശേരി ഉണ്ടാക്കിയാലും ഇച്ചിരി തേങ്ങ ഇങ്ങനെ വറുത്തിടുന്നത് നല്ല ടേസ്റ്റാണ്. കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് കളറ് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ തന്നെ നമ്മുടെ വറ്റൽ മുളകും ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിനെ നമ്മുടെ കറിയിലേക്ക് താളിക്കണം. കണ്ടോ, ഈ ഒരു പരുവം മതിയാവും. ഇനി ഇതിനെ നമുക്ക് കറിയിലേക്ക് താളിക്കാം. നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായി. മിക്സ് ചെയ്ത് നല്ല ചൂട് ചോറിനൊപ്പം ഈ ചക്ക എരിശ്ശേരി നമുക്ക് കഴിക്കാം. എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.